കറക്റ്റ് ടൈമാണ്. ചേട്ടാ എങ്ങോട്ടാ? ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞാ പോരെ? മോളെ ടിക്കറ്റ് എടുത്തായിരുന്നോ? ടിക്കറ്റ് ഇവിടെ നിങ്ങൾ ചേട്ടാ ടിക്കറ്റ് നിലമ്പൂർക്കാ? ഇലക്ഷനൊക്കെ ആര് ജയിക്കും? ആര് ജയിക്കും അറിയാനല്ലേ ഇലക്ഷൻ നടത്തണേ? ഇങ്ങേരുത് എന്തോന്നറിയ ഫുള്ള് തർക്കുത്തരാണല്ലോ. ആളെ അറിയില്ല. ഇല്ല, ഇതന്നെ മൂപ്പര പണി. തർക്കുത്തരത്തിലൂടെ രാഷ്ട്രീയം പറഞ്ഞ നടക്കുക. എന്നിട്ടെന്തായി? ഞാൻ കരുളായി പഞ്ചായത്തിലെ ഇപ്പൊ ഞാൻ തിരിച്ചു വിളിക്കാമേ. ചേട്ടാ നിങ്ങളിവിടെ വെള്ളം കുടിച്ചിരിക്കുകയാണോ? നിലമ്പൂർ എന്താ UDF ജയിക്കോ? എന്താ സംശയം? നല്ല നിലമ്പൂരിന് ആര്യാടൻ ഷൗക്കത്ത് എന്നാണോ പറയണേ? ഈ മണ്ഡലത്തിന്റെ ഈ പഞ്ചായത്തിന്റെ പൾസ് അറിയുന്ന ആളാണ് ആര്യൻ ഷൗക്കത്ത്. എന്നിട്ട് 35 വർഷം ഭരിച്ചിട്ട് കൊണ്ട് കളഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞു ഇവിടെ പണാധിപത്യം നടന്ന് ജനാധിപത്യമല്ല. നിലമ്പൂരുകാരനാണ് സ്വരാജ്. അപ്പൊ സ്വരാജ് ജയിക്കാനാ സാധ്യത. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പല ആളുകളും പല നാട്ടിലും പോയി വീട് വെച്ച് താമസിച്ചിട്ടുണ്ട്. അതേപോലത്തെ ഒരാളാണ് സ്വരാജ്. ചേട്ടാ നിങ്ങൾക്ക് അൻവറിനെ കൂടെ നിർത്തിക്കൂടായിരുന്നോ? ഫസ്റ്റ് ടൈം ആരെയാണ് അൻവർ ജയിച്ചത്? എത്ര വോട്ടിനാ? രണ്ടാമത് എത്ര വോട്ടിനാ ജയിച്ചത്? അതും കൂടി നോക്കണം. ഈ പഞ്ചായത്തിൽ പോലും നിങ്ങൾ ആകെ ഒരേ ഒരു സീറ്റിന്റെ ബലത്തിലാ ഭരിച്ചോണ്ടിരിക്കണേ. 23-ാം തീയതി വോട്ടെണ്ണുമ്പോ നമുക്ക് കാണാം. ഇപ്പൊ നിലമ്പൂരപ്പ എങ്ങനാ? സ്വരാജ് ജയിക്കോ? ഉറപ്പാണ് ജയം. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അൻവറല്ലേ ജയിച്ചേ? അൻവറിനോട് പോകാൻ പറയും. അൻവർ ആര്? ഈ നക്ഷത്രത്തിൽ ഒരാൾ ജയിച്ചിട്ട് എത്ര കാലമായി ഈ മണ്ഡലത്തില്? ജയിലിൽ കിടന്നിട്ട് ഒരു MLA ഉണ്ടാക്കിയ മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം. സഖാബ് കുഞ്ഞാലി. ആര്യാടൻ ഷൗക്കത്ത് നല്ല സ്ഥാനാർത്ഥി. ഈ അൻവർ നിങ്ങളെ പോയത് വോട്ട് പോകൂലേ? MP രാഘവൻ പോയി, KR ഗൗരിയമ്മ പോയി. ഞങ്ങൾ ഈ പാർട്ടിക്ക് എന്താ സംഭവിച്ചേ? നിങ്ങൾ ആവശ്യം കഴിഞ്ഞപ്പോ അൻവറിനെ കളഞ്ഞതല്ലേ? ഓനാണ് സ്വർണ്ണ അടിച്ചു ചെക്ക് പോസ്റ്റ് പിടിക്കാൻ തുടങ്ങി. അപ്പൊ ഓനക്ക് എല്ലാരും സംശയം. അല്ല സ്വരാജ് എത്ര വോട്ടിന് ജയിക്കും? നിങ്ങൾ 5000-ന്റെയും 3000-ന്റെയും ഇടയിൽ ജയിക്കും. BJP കുറച്ച് വോട്ട് പിടിക്കും. അപ്പൊ നിങ്ങൾ ജയിക്കുന്നാണ്. ചേട്ടാ വല്ല കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്? തെരഞ്ഞെടുപ്പ് വേണ്ട. പിന്നെ ഇവിടെ വലത് ഇടത് രാഷ്ട്രീയ നെക്സസ് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. നിങ്ങളുടെ സ്ഥാനാർത്ഥി സ്വതന്ത്രമായിട്ട് മത്സരിച്ച് ജയിച്ചു. ഇപ്പൊ വീണ്ടും സ്വതന്ത്രമായിട്ട് മത്സരിച്ചു. ഈ പിണറായിസം അതിവിടെ തൊലയണം. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇലക്ഷൻ ഇവിടെ. ഇപ്പൊ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലേ? ഒരു ബുദ്ധിമുട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞാണ് നിങ്ങൾ മത്സരിക്കണം. അതിന് അൻവർ പറഞ്ഞ UDF-നെ പിന്തുണയ്ക്കുന്നല്ലേ? ആര് പറഞ്ഞു കൊടുക്കുന്നേ? അല്ലെ നിലമ്പൂരുകാരനാണ് സ്വരാജ്. സ്വരാജിനെ ഒരു മനുഷ്യന് ശരിക്കും ഇവിടെ അറിയില്ല. UDF-ന് സ്വാധീനമുള്ള മണ്ഡലമാണ്. ആര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ലേ? ഏറനാടിന്റെ പുലിക്കുട്ടി PV അൻവർ. ആ PV അൻവർ 23-ാം തീയതി നിങ്ങൾ ഈ കോലും പിടിച്ചു വരുമ്പോ ഞങ്ങൾ ഇങ്ങനെ ഒന്നാമതാണ് വിളിച്ചിട്ടുണ്ടോ? ചേട്ടാ നിലമ്പൂര് BJP ജയിപ്പിക്കാൻ ഇറങ്ങിയതാണോ? അതെ, എന്താ സംശയം? സംശയമുണ്ട്. തൃശ്ശൂരും ഇത് തന്നെയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. അത് സുരേഷ് ഗോപി ആയിരുന്നു അന്ന്. രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒന്നും രണ്ടല്ല. നിങ്ങൾ 10,000 വോട്ട് തികച്ചു പിടിച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഒന്നും. പിന്നെ നിങ്ങൾ എങ്ങനെ ജയിക്കുന്നതാണ്? നമ്മൾ കണ്ടതല്ലേ ഓപ്പറേഷൻ സിന്ദൂർ? ഇല്ല, ഓപ്പറേഷൻ സിന്ദൂർ ഒക്കെ നിലമ്പൂർ ചർച്ച ചെയ്യോ? സ്ത്രീകളൊക്കെ ഞങ്ങളോട് പരസ്യമായിട്ട് പറയുന്നു ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങളുടെ വോട്ട് എന്നാ പറഞ്ഞത്. ഇന്ത്യ ഭരിക്കുന്നത് ആരാണ്? പക്ഷെ നിലമ്പൂർ ജയിക്കണ്ടേ? അപ്പൊ നമുക്ക് നോക്കാം. താങ്ക് യു.